അല്ലാതെ എന്നെ ദ്രോഹിച്ച, എനിക്കെതിരെ പ്രവർത്തിച്ചവരുടെ മുന്നിലൂടെ, അവരുടെ മുന്നിൽ കാണിക്കാനല്ല എൻ്റെ ജീവിതം. അത് ചിന്തിക്കുമ്പോഴാണ് മനുഷ്യൻ നല്ല മനുഷ്യനാവുക. ഇന്നത്തെ മോട്ടിവേഷൻ മുഴുവനും ഇതിനെതിരാണ്. ഇന്നത്തെ മോട്ടിവേഷൻ മുഴുവനും നിങ്ങൾ കേട്ടു നോക്കിക്കോ. എന്താ പറയുക? നിന്നെ കുറ്റപ്പെടുത്തിയവർ, നിന്നെ സങ്കടപ്പെടുത്തിയവർ, നിന്നെ ദ്രോഹിച്ചവർ, നീ അവർക്ക് മുന്നിലൂടെ നല്ല വിജയത്തോടെ നീ നടക്കുന്നത്, നിന്റെ പവർഫുൾ അവരെ കാണിക്കണം, ഇതിനാവണം നിന്റെ ജീവിതം എന്നാണ് ഇന്നത്തെ മോട്ടിവേഷൻ. അതിനല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ ജീവിത ലക്ഷ്യത്തെ പൂർത്തിയാക്കാൻ, നമ്മുടെ ജീവിത ലക്ഷ്യം എന്താവണം? എൻ്റെ ജീവിതം കൊണ്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കണം. ഒരു സത്യവിശ്വാസിയുടെ റിസൾട്ട് അവൻ്റെ ആഖിബത്ത് നോക്കിയിട്ടാണ്. ഒരു സത്യവിശ്വാസിയുടെ റിസൾട്ട് അവനെ ദ്രോഹിച്ചവരുടെ മുന്നിലൂടെ അവൻ്റെ പൊങ്ങച്ചം കാണിക്കാനും അവൻ്റെ ശക്തി കാണിക്കാനുമല്ല ഒരു സത്യവിശ്വാസി ജീവിക്കേണ്ടത്. ലക്ഷ്യം നന്നാവണം. ഏതാണ് അവൻ്റെ ലക്ഷ്യം? ആഖിറമാണ് ലക്ഷ്യം. അവൻ്റെ ആഖിറത്തിലേക്കുള്ള ലക്ഷ്യത്തിന് ആ മോട്ടിവേഷനാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആഖിറത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ള. പരിഹസിച്ചവർ ഉണ്ടാവുമ്പോഴേ പരിഹസിച്ചതിൻ്റെ കൂലി എനിക്ക് കിട്ടുള്ളൂ. എന്നെ ആരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിഹാസത്തിൻ്റെ വഴിയിൽ വരുന്ന കൂലി എനിക്ക് കിട്ടണമെങ്കിൽ ആ പരിഹസിച്ചതിൻ്റെ കിട്ടുള്ളൂ. എന്നെ ആരെങ്കിലും തരം താഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, അത് അവൻ്റെ സംസ്കാരമാണ്. എന്നെ ഒരാൾ വില കുറച്ച് പറഞ്ഞെങ്കിൽ നമ്മൾ ഇത്രേ ചിന്തിക്കണ്ടോ, ഞാൻ അവനേക്കാൾ വലിയവനല്ല എന്ന് ചിന്തിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതിനെ വളരെ സുന്ദരമായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ വലിയവനല്ല, ഓൻ എന്താ എന്നെ അങ്ങനെ പറയാൻ എന്ന ചിന്ത നമ്മിലേക്ക് കടന്നു വരുന്നത് എന്തുകൊണ്ടാ? ഞാൻ അവനേക്കാൾ മേലെയാണ് എന്ന ചിന്ത നമ്മിലുള്ളത് കൊണ്ടാണ്. അതാദ്യം മാറ്റിവെക്ക്. അവൾ എന്നെ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവൻ എന്നെ അങ്ങനെ തരം താഴ്ത്തി കളഞ്ഞല്ലോ എന്ന ചിന്ത എപ്പോഴാണ് വരുന്നത്? ഞാൻ അവനേക്കാൾ മേലെയാണ് എന്ന ചിന്ത ഉള്ളപ്പോഴാണ്. നേരെ മറിച്ച് ഞാൻ അവനേക്കാൾ താഴ്ന്നവനാണ് എന്ന ചിന്ത വരുമ്പോൾ അവൻ പറഞ്ഞ വാക്കിനെ പുഞ്ചിരിയോടെ നമ്മൾ ഒഴിവാക്കി മാറ്റും, മനസ്സിൽ വെക്കില്ല. അപ്പം നമ്മൾ ആരെക്കാളും വലുതല്ല, ചെറുതാണ് എന്ന് ചിന്തിച്ചാൽ മതി. പ്രശ്നം അവിടെ സോൾവ്. അതിന് വേറെ മോട്ടിവേഷൻ ഒന്നും വേണ്ട. ഒരാൾ നമ്മളെ പരിഹസിച്ചെങ്കിൽ അവൻ്റെ സ്വഭാവം, അവൻ്റെ സംസ്കാരം പരിഹാസമാണ്. അള്ളാഹുവിനോട് അൽഹംദുലില്ലാ പറയണം. പടച്ചോനെ, എൻ്റെ ഒരു ഭാഗ്യം, എനിക്ക് ആ സ്വഭാവം ഉണ്ടായില്ലല്ലോ, അൽഹംദുലില്ലാ. ആ സ്വഭാവം എനിക്ക്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കി. ഇതാണ് യഥാർത്ഥ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ നന്നാക്കാനുള്ള ചില മോട്ടിവേഷനുകൾ. അല്ലാതെ ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയയിൽ പരന്നുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവനെ കാണിക്കാൻ